ഇന്ന് നാസിക്കിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളിത് രാവിലെ തന്നെ നല്ല കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയപ്പോഴത്തേക്ക് വണ്ടിയെല്ലാം വന്നിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ സൈഡിൽ ഫുള്ള് കൃഷിയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഫുള്ള് കൃഷീൻ്റെ ഏരിയ ആണ്. ഫുള്ള് എന്താ പറയുക, മറ്റേ ക്യാബേജും ഗോതമ്പും അങ്ങനെയുള്ള സാധനങ്ങൾ ഫുള്ള് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം കണ്ടുകൊണ്ട് സൂര്യനെ ഉദിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്രേ. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ചധികം ട്രാവൽ ചെയ്തിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് സായിബാബേൻ്റെ അമ്പലത്തിലാണ്. ഇനിയിപ്പോൾ നമുക്ക് അകത്ത് കയറി തൊഴുവെല്ലാം വേണം. തൊഴണമെങ്കിൽ നമുക്കിനി അതിൻ്റെ ഉള്ളിലെ വീഡിയോസൊന്നും എടുക്കാൻ അവർ സമ്മതിക്കില്ല. കാരണം അവിടെ ഫോൺ അലൗഡ് അല്ല. നമ്മൾ കയറുന്നതിന് മുന്നേ തന്നെ കൗണ്ടറിൽ ഫോൺ ഏൽപ്പിക്കണം. എല്ലാവരും ഫോൺ ഏൽപ്പിക്കണം. അതിൻ്റെ ഉള്ളിൽ ഒരു കാരണവശാൽ അവർ ഫോൺ എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട് പോവേന്ന്. അപ്പോൾ ഫോണെല്ലാം ഏൽപ്പിച്ചു. തൊഴുത് നമ്മൾ ഇറങ്ങിയിട്ടാ. കുറച്ചധികം തിരക്കുണ്ടായിന്. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിന് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അർജുവേട്ടനെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫോണെല്ലാം കൊണ്ടു തന്ന കയ്യിൽ. എന്നിട്ട് അർജുവേട്ടൻ പ്രസാദം വാങ്ങാൻ പോയിട്ടായില്ലേ. അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കുന്നു കേട്ടോ. അതിനിടക്കാണ് സ്ക്രീനിൽ അതിൻ്റെ ഉള്ളിലത്തെ പൂജ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് മാത്രമേ ഇന്നിങ്ങനെ എടുക്കാൻ കഴിയൂ. അകത്ത് എന്തായാലും ഫോൺ അലൗഡ് അല്ല. ഇനി നെക്സ്റ്റ് നമുക്ക് പോകേണ്ട പരിപാടിയാണ്. അതായത് ഇനി ഇവിടുന്ന് വേഗം ഇറങ്ങിയാലേ അടുത്ത സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു സൈഡിൽ ഇങ്ങനെ കുറേ പിടി ഉണ്ടാവുമല്ലോ, പാടയിലും കയറി അവിടുന്ന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങി. അപ്പോൾ അതിനിടയ്ക്ക് സായിബാബേൻ്റെ കുറേ സ്റ്റാച്യു ഉണ്ട്. അപ്പം നല്ല കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഇതാണ് സായിബാബേൻ്റെ ഒറിജിനൽ ഫോട്ടോ. അപ്പോൾ അതിനെല്ലാം ചെറിയ റേറ്റ് അങ്ങാറ്റേ വരുന്നില്ലോ. അപ്പം നമ്മൾ അതൊന്നും വാങ്ങിയില്ല. അങ്ങനെയുള്ള ബാക്കി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇല്ല ഒരു ഹോട്ടലിൽ കയറി. അങ്ങനെ എല്ലാവരും ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മൾ മസാല ദോശേനെ ഫിക്സ് ചെയ്തു. നല്ല അടിപൊളി പൊരിഞ്ഞ മസാല ദോശ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മസാല ദോശയെല്ലാം കഴിച്ച് നമ്മൾ ഇനി നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവേന്ന്. അപ്പം ഇനി അടുത്ത സ്ഥലത്ത് അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.